3 വർഷം 3.5 ലക്ഷം സംരംഭങ്ങളും 7.5 ലക്ഷം പേർക്ക് തൊഴിലും ലഭിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. സംരംഭക വർഷം പദ്ധതി നടപ്പിലാക്കി 3 വർഷം പിന്നിടുമ്പോൾ കേരളത്തിൽ 3,53,000 സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. ലക്ഷം ആളുകൾക്ക് വിവിധ സംരംഭങ്ങൾ വഴി തൊഴിൽ ലഭ്യമാക്കുന്നതിനും സാധിച്ചു. ചോറ്റാനിക്കര പഞ്ചായത്തിൽ ആരംഭിച്ച അവർമാർട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3,53,000 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ നാട്ടിലെ കെ സ്റ്റോറിൽ അതാത് പ്രദേശത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ വ്യവസായ വകുപ്പും പൊതുവിതരണ വകുപ്പും ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു 15 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഈ MOU ഒപ്പുവെച്ചതിന് ശേഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം കെ സ്റ്റോർ വഴി നമ്മുടെ MSMEകൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ അത് മാത്രം പോരാ, ഈ പുതിയ സംരംഭകരിൽ 31% വനിതാ സംരംഭകരാണ്. അതാണ് പ്രധാനം. കേരളം പോലെ സംസ്ഥാനത്ത് ചെറിയ സംരംഭങ്ങൾക്കാണ് വലിയ സാധ്യതയുള്ളത്. അത് പലതരത്തിലുള്ള സംരംഭങ്ങളാകാം. ഇവിടെ എനിക്ക് ഒരു ചെറിയ കൂട് തന്നല്ലോ, അപ്പം അതിൽ നോക്കിയപ്പോൾ അതിൽ ഇവിടെ ഉണ്ടാക്കിയ സ്കോഷ് ഉണ്ട്. അവിടെ തന്നെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഉണ്ണിയപ്പം ഞാൻ നോക്കിയപ്പോൾ സാധാരണ ഉണ്ണിയപ്പം അല്ല, ചക്ക ഉണ്ണിയപ്പമാണ് അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ചക്കയ്ക്ക് കുറച്ചുകൂടി ഒരു വാല്യൂ അഡീഷൻ വന്നു. 3 വർഷം കൊണ്ട് ഇത്രയും സംരംഭങ്ങൾ ആരംഭിച്ചത് നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്നതാണ്. ഇതിൽ 31% വനിതാ സംരംഭങ്ങളാണ്. സംരംഭങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ വില കിട്ടണം, മെച്ചപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനായി കെ സ്റ്റോറുകൾ വഴി അതാത് പ്രദേശത്തുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വ്യവസായ വകുപ്പും പൊതുവിതരണ വകുപ്പും ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 15 കോടിയുടെ MSME ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിച്ചു. ചോറ്റാനിക്കരയിൽ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച അവർമാർട്ട് ഭാവനാപൂർവ്വമായ സംരംഭമാണെന്നും മന്ത്രി പറഞ്ഞു. ചോറ്റാനിക്കര പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MR രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പുഷ്പ പ്രദീപ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK സിജു, ലതാ ബാസി, മെമ്പർമാരായ PV പൗലോസ്, പ്രകാശൻ ശ്രീധരൻ, രേഖ പ്രകാശൻ, മിനി പ്രദീപ്, വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് രജനി മനുഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ കവിത മധു, എഡ്രാക് പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചോറ്റാനിക്കര.